ഡിയർ സ്റ്റുഡൻസ്, ഒരു എ ബി സി എന്ന ട്രയാങ്കിളിൽ എ എന്ന വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ബേസിലേക്ക് വരയ്ക്കുന്ന ലൈന് ബേസിന് ഏതോ ഒരു റേഷ്യോയിൽ കട്ട് ചെയ്യും. അതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും ട്രയാങ്കിളിനെയും കട്ട് ചെയ്യുക. അതായത് ഇവിടെ ബി ഡി എന്ന് പറയുന്നതും ഡി സി എന്നതും ഒരു റേഷ്യോയിലായിരിക്കും. അതേ റേഷ്യോയിൽ തന്നെയായിരിക്കും ഈ രണ്ട് ട്രയാങ്കിളിനെയും കട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇനി ഇവിടെ രണ്ട് ട്രയാങ്കിളായി നമുക്ക് കിട്ടി. ട്രയാങ്കിൾ എ ബി ഡി, ട്രയാങ്കിൾ എ ഡി സി. ഈ ട്രയാങ്കിൾ എ ഡി സി മാത്രം എടുക്കുകയാണ്. ട്രയാങ്കിൾ എ ഡി സിയിൽ ബി എന്ന കോർണറിൽ നിന്നും ഇതുപോലെ ഇതിലെ ഒരു പോയിന്റിലേക്ക് കട്ട് ചെയ്യണം. ഓക്കെ, അതേപോലെ ഇതേ പോയിന്റിലേക്ക് തന്നെ സി എന്ന വെർട്ടെക്സിൽ നിന്നും ഈ എ ഡി സി എന്ന ട്രയാങ്കിളിനെയും കട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇനി ഇവിടെ രണ്ട് ട്രയാങ്കിൾ, ഇപ്പോൾ 4 ട്രയാങ്കിളായി കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ ഭാഗം മാത്രം നോക്കാം. എ ബി ഡി എന്ന ട്രയാങ്കിൾ നോക്കുക. നമ്മൾ നേരത്തെ പഠിച്ച അതേ പ്രോപ്പർട്ടി തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം. എ ബി ഡി എന്ന ട്രയാങ്കിളിൽ ബി എന്ന വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ബേസിലെ ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈന് ഇവിടെ ഏത് റേഷ്യോയിലാണോ കട്ട് ചെയ്യുന്നത് അതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും ഇവിടെ കാണുന്ന രണ്ട് ട്രയാങ്കിളെയും കട്ട് ചെയ്യുക. പിന്നെ തിരിച്ച് നമുക്ക് ഈ ഭാഗം ഒന്ന് മറച്ച് വെച്ച് നോക്കാം. അതിലും നമുക്ക് കാണാം എ ഡി സി എന്ന ട്രയാങ്കിളിൽ സി എന്ന വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കുന്ന ലൈന് ഈ സൈഡ് ഏത് റേഷ്യോയിലാണോ കട്ട് ചെയ്യുന്നത് അതേ റേഷ്യോയിൽ തന്നെയായിരിക്കും ഇവിടെയുള്ള ഏരിയയും ഇവിടെയുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയയും കട്ട് ചെയ്യുക. അപ്പം ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. ഇങ്ങനെയാണ് ഇവിടെ ഏകദേശം 4 ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിളിൻ്റെ എല്ലാം റേഷ്യോന് പരസ്പരം ഒരു റിലേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇത് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ എ പി എന്ന ഈ ട്രയാങ്കിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? എ ബി സി എന്നുള്ള ട്രയാങ്കിൾ നോക്കുക. ആ ട്രയാങ്കിളിലെ എ പി 4 സെൻറ്റിമീറ്റർ, ഇതാണ് എ പി 4 സെൻറ്റിമീറ്റർ, പി ക്യു 3 സെൻറ്റിമീറ്റർ. ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി പി ഇത് ഈ ചെറിയ ട്രയാങ്കിളാണ് എ ബി പി. ആ ട്രയാങ്കിളിൻ്റെ ഏരിയ അവർ തന്നിട്ടുണ്ട്. അപ്പം ട്രയാങ്കിൾ എ ബി പി ഈക്വൽ ടു 80 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് എ ബി പി. ഈ ചെറിയ ട്രയാങ്കിളിൻ്റെയാണ് ഏരിയ അവർ തന്നിരിക്കുന്നത് 80. ടീച്ചർ അത് എഴുതുന്നുണ്ട്, 80 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ സി പി ക്യു, ഈ ട്രയാങ്കിൾ, ഈ കുഞ്ഞു ട്രയാങ്കിളിൻ്റെ ഏരിയ 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്നും പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ് നോക്കാം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി പി ക്യു എന്ന ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ നേരത്തെ കാണിച്ചു തന്ന അതേ പ്രോപ്പർട്ടി ഇവിടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതാണ് എ ബി സി എന്നുള്ള ട്രയാങ്കിൾ അല്ലേ? ഈ എ ബി സി എന്നുള്ള ട്രയാങ്കിളിൽ ഈ എയിൽ നിന്നും വരുന്ന ലൈന് ബി സി എന്ന ലൈനിന് ഏതോ ഒരു പ്രപ്പോർഷനിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾ. ഇനി
നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടി അല്ലേ. ഇനി ഈ 2 ട്രയാങ്കിളിൽ നമ്മൾ ബി എന്ന വെർട്ടെക്സിൽ നിന്നും ഈ ലൈനിലേക്ക് ബി എന്ന വെർട്ടെക്സിൽ നിന്നും ഇങ്ങനെ എടുക്കാം. ബി എന്ന വെർട്ടെക്സിൽ നിന്നും എ ക്യു എന്ന ലൈനിൻ്റെ പി എന്ന പോയിന്റിലേക്ക് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ സൈഡ് ഏത് റേഷ്യോയിലാണോ കട്ട് ചെയ്യുന്നത് അതേ റേഷ്യോയിൽ തന്നെയായിരിക്കും ഇവിടുത്തെ ഏരിയയും കട്ട് ചെയ്യുക. അപ്പോൾ അതായത് ഇവിടുത്തെ റേഷ്യോ ഒന്ന് നോക്കാം. ഇവിടെ സൈഡ്സ് ഏതാണ്? എ പി ഈസ് ടു പി ക്യു അല്ലേ. ഈ എ പി ഈസ് ടു പി ക്യു, അതായത് ലെങ്ത് ഓഫ് എ പി ഈസ് ടു പി ക്യു ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി പി ആൻഡ് ട്രയാങ്കിൾ പി ബി ക്യു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിവിടെ ചെയ്ത് നോക്കാം. ഏരിയ ലെങ്ത് ഓഫ് സിൻസ് എ പി ഈസ് ടു പി ക്യു ഈക്വൽ ടു എ പി എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. എ പി 4ഉം പി ക്യു 3യുമാണ്. അപ്പോൾ 4:3 ആയതുകൊണ്ട് we have നമുക്ക് എന്ത് കിട്ടി? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി ബി ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ബി ഈക്വൽ ടു എത്ര തന്നെ ആയിരിക്കും? 4:3 അല്ലേ. അതായത് ഈ സൈഡിൻ്റെ റേഷ്യോ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതേ റേഷ്യോയിൽ തന്നെയാണ് ഇവിടെയുള്ള 2 ട്രയാങ്കിളിൻ്റെയും ഏരിയയും കട്ട് ചെയ്യാം. അതാണ് ടീച്ചർ ഇതൊന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന്ന് 4:3 കിട്ടിക്കഴിഞ്ഞു. 4:3 കിട്ടി. ഇനി എ പി ബിൻ്റെ ഏരിയ നമുക്കറിയാം 80 ആണെന്നറിയാം. നമുക്ക് ഇതിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ റേഷ്യോ ഇങ്ങനെയാണ് വരുന്നത്, 4:3 എന്നാണ് വരുന്നത്. പക്ഷേ അത് ഏരിയ ഓഫ് എ പി ബി ഇവിടെ 80 ആണ് വരേണ്ടത്. 80 വരണം. 80 ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര ഏരിയ എന്നുള്ളത് കിട്ടും. അപ്പോൾ 4ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 80 കിട്ടും എന്നുള്ളത് നോക്കാം അല്ലേ. 4ൻ്റെ കൂടെ 20 മൾട്ടിപ്ലൈ ചെയ്താൽ 80 വരും. അപ്പോൾ ഇവിടെ 20 മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈസ്റ്റിൻ്റെ ഇപ്പുറത്തും അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 2 80:60 എന്ന് വരും. അതായത് എ പി ബിയുടെ ഏരിയ 80 സെൻറ്റിമീറ്റർ² ആണെങ്കിൽ ബി പി ക്യുവിൻ്റെ ഏരിയ 60 സെൻറ്റിമീറ്റർ² ആയിരിക്കും. therefore ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി പി ക്യു ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ². ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമുക്കിനി അടുത്തത്. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് നോക്കാം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി പി എന്ന ട്രയാങ്കിളിൻ്റെയും ബി പി ക്യു എന്നുള്ള ട്രയാങ്കിളിൻ്റെയും റേഷ്യോ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അത് ടീച്ചർ ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് എഴുതി നോക്കാം. ബി പി ക്യുവിൻ്റെയും റേഷ്യോ എന്ത് തന്നെയായിരിക്കും? 80 എ ബി പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 80 ആണ്. ബി പി ക്യുവിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 60 ആണ്. ഇങ്ങനെ എഴുതാം. അപ്പോൾ രണ്ടിലും 10ൻ്റെ ടേബിളിലുണ്ട്. അപ്പോൾ 80:6 എന്ന് വരും. വീണ്ടും അത് 2ൻ്റെ ടേബിളുണ്ട്. 2 × 4 3 × 2 ആണ്. അപ്പോൾ 4:3. ഇതേ റേഷ്യോ തന്നെ അല്ലേ വന്നിരിക്കുന്നത് നോക്കൂ. കണ്ടോ? എ പി പി ക്യു എത്ര റേഷ്യോ ആണോ അതേ റേഷ്യോയിൽ തന്നെയാണ് അതിൻ്റെ ഏരിയയും കട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ 80 ആണെന്നും ഇവിടെ 60 ആണെന്നും കിട്ടി. നമുക്കിനി എ പി സിയുടെ ഏരിയ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ മറിച്ച് വെച്ചോളൂ. സിയിൽ നിന്നും വരുന്ന ലൈന് എ ക്യു എന്ന ലൈനിന് പി എന്ന പോയിന്റിൽ 4:3 എന്നുള്ള റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ
അപ്പോൾ ഇതേപോലെ ഈ സൈഡ് ഹൈഡ് ചെയ്യുമ്പോൾ സി എന്ന വെർട്ടെക്സിൽ നിന്നും AQ എന്ന ലൈനിലേക്ക് P എന്ന പോയിന്റിൽ 4:3 എന്നുള്ള റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. ഈ ഒരു സൈഡിൻ്റെ ഏരിയ തരുന്നുണ്ട്. അപ്പോൾ ഈ സൈഡ് 4:3 എന്നുള്ള റേഷ്യോയിലാണെങ്കിൽ ഇവിടെയുള്ള രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നതും 4:3 തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കണം. റേഷ്യോ ഓഫ് AP is to PQ. AP is to PQ. AP is to PQ 4:3 ആണ് അല്ലേ. AP 4ഉം PQ 3ഉം. അപ്പോൾ അങ്ങനെ AP is to PQ എന്ന് പറയുന്നത് 4:3 കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ therefore ഏരിയ ഓഫ് ട്രയാങ്കിൾ APC is to ട്രയാങ്കിൾ PQC. ട്രയാങ്കിൾ PQC ഈക്വൽ ടു എത്ര തന്നെയായിരിക്കും? 4:3 തന്നെയായിരിക്കും. ഇനി ഇവിടെ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. ഇപ്പോൾ PQCയുടെ ഏരിയ 30 ആണെന്ന് അവർ പറയുന്നുണ്ട്. അതായത് PQC ഇവിടെ 3 ആണ് ടീച്ചർ റേഷ്യോയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 30 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 3ൻ്റെ കൂടെ 10 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇവിടെ 10 മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെയും 10 തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 10 = 3 × 10 എന്ന് വരും. അതായത് 40:30. അതായത് PQCൻ്റെ ഏരിയ 30 ആണെങ്കിൽ ട്രയാങ്കിൾ APCയുടെ ഏരിയ 40 ആയിരിക്കും. അതായത് ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 40 ആണ്. 40 cm² ആണ് ഏരിയ എന്ന് കിട്ടി. ഇനി ഇപ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC, വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയുള്ള കുഞ്ഞു ട്രയാങ്കിളിൻ്റെ എല്ലാ ഏരിയയും കൂടി ആഡ് ചെയ്താൽ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. 80 + 40 + 60 + 30 എത്ര കിട്ടും? എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 210 കിട്ടും. 210 cm². അതായിരിക്കും നമുക്ക് ആ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ പരീക്ഷയ്ക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ മനസ്സിലാക്കുക, വളരെ എളുപ്പമാണ്. നമ്മൾ ആ ട്രയാങ്കിൾ ഡിവിഷനിലെ ഫസ്റ്റ് കോൺസെപ്റ്റ് അത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസാണ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത പ്രോബ്ലം എങ്ങനെയാണെന്ന് നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ ഇൻ ദ ഫിഗർ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQS, ഈ കുഞ്ഞു ട്രയാങ്കിളിൻ്റെ ഏരിയ 10 cm² എന്ന് പറയുന്നുണ്ട്. PST 40 cm² എന്ന് പറയുന്നുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ PTR 50 cm² എന്ന് പറയുന്നുണ്ട്. QS 2 cm ആണെങ്കിൽ STയുടെയും TRൻ്റെയും ലെങ്ത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങളിവിടെ പഠിച്ച അതേ കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ P എന്ന വെർട്ടെക്സിൽ നിന്ന് 2 ലൈൻസാണ് QR എന്ന ലൈന് 3 ആ റേഷ്യോ അങ്ങനെയാണ് കട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഏരിയ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ, ഈ 3 ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ റേഷ്യോ എന്താണോ അതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും താഴെയുള്ള QR എന്ന സൈഡിൻ്റെയും റേഷ്യോ വരും. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ സിൻസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ PQS ഈസ് ടു ട്രയാങ്കിൾ PST ഈസ് ടു ട്രയാങ്കിൾ PTR ഈക്വൽ ടു PQS 10 ആയിരുന്നു. അപ്പോൾ 10:40:50 എന്ന് വന്നു. എല്ലാം 10ൻ്റെ ടേബിളിൽ തന്നെ ഉണ്ട്. 1 × 10 പറയുമ്പോൾ 10 ആണ്. 4 × 10 40, 5 × 10 50. ഇപ്പോൾ 10 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 1:4:5 എന്ന് വരും. ഇതാണ് റേഷ്യോ. അപ്പോൾ ഇതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും ഈ സൈഡും, അതായത് ഈ ബേസ് ആയിട്ട് വരുന്ന ഈ സൈഡും ഇതേ റേഷ്യോയിലാണ് കട്ട് ചെയ്ത് വരിക. അപ്പോൾ therefore the ratio of side
ക്യു ആർ എന്ന സൈഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് QS/ST/TR എന്ന് എഴുതുക. അതും ഏത് റേഷ്യോയിൽ തന്നെ ആയിരിക്കും? ഏരിയയുടെ അതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും. അതായത് 1:4:5 ഇതേ റേഷ്യോ തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ച QS എത്ര സെൻറ്റിമീറ്റർ ലെങ്ത് ആണെന്ന് അവർ പറയുന്നത് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ 2 സെൻറ്റിമീറ്റർ ലെങ്ത് ആക്കണമെങ്കിൽ ഇവിടെ QSൻ്റെ റേഷ്യോ ആയിട്ട് ഞാൻ 1 ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1:2:4:2:5:2 അതായത് 2:8:10. അതായത് ഇവിടെ QSൻ്റെ ലെങ്ത്ത് 2 ആണെങ്കിൽ STയുടെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ, TRൻ്റെ ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ. 8 സെൻറ്റിമീറ്റർ പിന്നെ 10 സെൻറ്റിമീറ്റർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് ഇതുപോലെ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ QRൻ്റെ ടോട്ടൽ ലെങ്ത്താണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത്ത് ഓഫ് QR എന്ന് പറഞ്ഞിട്ടുണ്ട്. QRൻ്റെ ടോട്ടൽ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ 2 + 8 + 10 = 20 എന്ന് കിട്ടിക്കഴിഞ്ഞു. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് QS/ST/TR? ഇപ്പോൾ റേഷ്യോ എഴുതുമ്പോൾ നമുക്ക് ഇപ്പോൾ 2 റേഷ്യോ ഇവിടെ കിട്ടി. 1:4:5 കിട്ടി, 2:8:10 കിട്ടി. പക്ഷെ നമുക്ക് എപ്പോഴും ലീസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ റേഷ്യോയിൽ എടുക്കാം. അപ്പോൾ 1:4:5 എന്നുള്ളത് എടുക്കാം. 1:4:5. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. സാധാരണ പരീക്ഷയ്ക്ക് വരാറുള്ള ടൈപ്പാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഫിഗറിൽ ഒരു ക്വാഡ്രിലാറ്ററലാണ് വരച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ഇവിടെയൊന്നും പാരലലല്ല, ക്വാഡ്രിലാറ്ററലാണ് വരച്ചിരിക്കുന്നത്. ഈ ക്വാഡ്രിലാറ്ററിൽ ഡയഗണൽ വരുന്ന സമയത്ത് അത് 4 ട്രയാങ്കിൾ കിട്ടി നമുക്ക് ഈ പിക്ചറിൽ. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ഹോൾ ക്വാഡ്രിലാറ്റർ. ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഫുൾ ഏരിയ കണ്ടുപിടിക്കണം. ഫുൾ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 3 തന്നിട്ടുണ്ട്. ഈ 4ാമത്തെ അതായത് റെഡ് കളറിൽ കാണുന്ന ട്രയാങ്കിളിൻ്റെയും കൂടെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് നേരെ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഈ ഏരിയ എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. ഞാൻ ഈ ഭാഗം ഹൈഡ് ചെയ്ത് വെച്ചു. അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ? എ എന്ന ട്രയാങ്കിളിൽ നിന്ന്, എ എന്ന വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈന് ഈ 2 സൈഡിനെയും ഏത് റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുക? ഇവിടെയുള്ള 2 ട്രയാങ്കിളിൻ്റെയും ഏരിയയുടെ അതേ റേഷ്യോയിലായിരിക്കും ഈ സൈഡും കട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് ഏരിയയുടെ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പേര് കൊടുക്കാം, ABCP. അപ്പം നമുക്കത് മാത്രം ചെയ്ത് നോക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ since area of triangle ABP is to triangle APC equal to ABPയുടെ ഏരിയ എത്രയാണ്? 60 is to 30. രണ്ടിനും 10ൻ്റെ ടേബിളിലുണ്ട്. അപ്പോൾ നമുക്കത് 6 is to 3 എന്നായി. വീണ്ടും ഇത് രണ്ടും 3ൻ്റെ ടേബിളിലുണ്ട്. അതായത് 2 × 3 1 × 3 ആണ്. 3യും 3യും ക്യാൻസൽ ചെയ്ത് 2 is to 1 എന്നുള്ള റേഷ്യോ കിട്ടി. അപ്പോൾ ഈ റേഷ്യോയിലാണ് ഇവിടെ കട്ട് ചെയ്യുന്നതെങ്കിൽ ഈ BPയും PCയും ഇതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും. therefore ratio of side BP is to PC അതെന്ത് തന്നെയായിരിക്കും? 2 is to 1 എന്നുള്ള റേഷ്യോയിലായിരിക്കും. അപ്പോൾ ഇവിടെ 2 is to 1 എന്നുള്ള റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. ഇവിടെ എത്രയാണോ അതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ. ഓക്കെ, ഇവിടെ എത്രയാണോ അതിൻ്റെ ഇരട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സൈഡ് ഹൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി, BDC എന്ന ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിളിൽ ഈ സൈഡ് എത്രയാണോ, അപ്പോൾ CPയുടെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ ഡബിളാണ് BPയുടെ ലെങ്ത്ത്.
അതായത് CP1 ആണെങ്കിൽ PB2 ആണ്. അതായത് ഇവിടെ എത്രയാണോ വരുന്നത് അതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ D എന്ന വെർട്ടെക്സിൽ നിന്ന് വരുന്ന ഈ ലൈന് ഓപ്പോസിറ്റ് BC എന്ന ലൈനിന് ഏത് റേഷ്യോയിലാണോ കട്ട് ചെയ്യുന്നത് അതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും ഇവിടെയുള്ള ഒരു ട്രയാങ്കിളിനെയും കട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സിൻസ് BP ഈസ് ടു, ഇവിടെ സിൻസ് എഴുതിക്കോളൂ കേട്ടോ. സിൻസ് BP ഈസ് ടു PC ഈക്വൽ ടു 2:1 ആയതുകൊണ്ട് വി ഹാവ് ഏരിയ ഓഫ് സൈഡ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ BP എന്നാണ് പറയുന്ന സൈഡ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ട്രയാങ്കിളെ പറയാൻ പാടുള്ളൂ. BPD ഈസ് ടു ട്രയാങ്കിൾ CPD. എത്ര തന്നെ ആയിരിക്കും? 2:1 തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് PCയുടെ ഏരിയ 40 എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ 1 ആണ്. 40 ആക്കണമെങ്കിൽ 40 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ രണ്ട് സൈഡും 40 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. 80 എന്ന് വരും 40. അതായത് ഇവിടെ 80 cm² ആണെങ്കിൽ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്, ഇവിടെ 40 cm² ആണെങ്കിൽ ഈ സൈഡിലെ ഏരിയ 80. അത് അങ്ങനെ തന്നെയാണല്ലോ, കാരണം ഇവിടെ എത്രയാണോ അളവ് അതിൻ്റെ ഇരട്ടി. അപ്പോൾ 40ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 80. അപ്പോൾ നമുക്ക് ഇതിലെ എല്ലാ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ കിട്ടി. അപ്പോൾ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ഈക്വൽ ടു ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ഈക്വൽ ടു, ആഡ് ചെയ്യാം, 60 40 ഉണ്ട്. 60 + 40 + 30 + 80, അതായത് 210 തന്നെ വരും. 210 cm². അപ്പോൾ കുട്ടികൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഭാഗത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്ത് നോക്കുക. ഇതിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ 2 പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ ഒരു യെല്ലോ കളർ ട്രയാങ്കിളും ഒരു റെഡ് കളർ ട്രയാങ്കിളിൻ്റെയും ഏരിയ സെയിം ആണെന്ന് മാത്രം കണ്ടുപിടിക്കണം. ഇവിടെ മെയിനായിട്ട് അവർ പറയുന്നത് ടോപ്പും ബോട്ടവും പാരലലാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമുക്കൊരു വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഈ ചിത്രത്തിൽ ഒരു ജിയോജിബ്ര പ്രവർത്തനമാണ്. 2 പാരലൽ ലൈൻസ് AB എന്നതും DC എന്ന പാരലൽ ലൈൻസിൻ്റെ ഇടയിലുള്ള ഒരു ട്രയാങ്കിളാണ് ADB, യെല്ലോ കളർ. അടുത്തത് റെഡ് കളറിൽ വരുന്ന ട്രയാങ്കിളും ABC. ഈ 2 ട്രയാങ്കിളിൻ്റെയും പ്രത്യേകത എന്തായിരിക്കും? പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ വരുന്ന ട്രയാങ്കിൾസ് ആയതുകൊണ്ട് അതിൻ്റെ ബേസും ഹൈറ്റും സെയിം ആയതുകൊണ്ടും 2 ട്രയാങ്കിളിൻ്റെ ഏരിയ സെയിം ആണ്. ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നത് കോമൺ സൈഡാണ്. ആ കോമൺ സൈഡ് ആണ് അതിൽ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന 2 ട്രയാങ്കിൾസിൻ്റെയും ഏരിയ സെയിം തന്നെ ആയിരിക്കും. കണ്ടോ, രണ്ടിൻ്റെയും ഏരിയ നോക്കൂ, 11.04 11.04. അപ്പോൾ 2 ട്രയാങ്കിളിൻ്റെ ഏരിയ സെയിം ആയിരിക്കും. ക്ലിയർ ആയോ? ഇതല്ലേ ഉള്ളൂ പ്രൂഫ്. നമ്മൾ ആ ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കുന്ന അതേ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് 2 പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ വരുന്ന ട്രയാങ്കിൾസാണ് യെല്ലോ ട്രയാങ്കിളും റെഡ് ട്രയാങ്കിളും. ആ 2 ട്രയാങ്കിളിൻ്റെ ഏരിയ സെയിം ആണ്. സെയിം ആയിട്ടുള്ള ഏരിയ വരുന്ന 2 ട്രയാങ്കിളിൻ്റെയും കോമൺ ആയിട്ട് വരുന്ന ചെറിയൊരു പോർഷനാണ് വേറൊരു ട്രയാങ്കിൾ. ആ ട്രയാങ്കിൾ മാറ്റിക്കഴിഞ്ഞപ്പോൾ വരുന്ന ബാക്കി വരുന്ന ഭാഗം ആണ് ഈ യെല്ലോ ഷെയ്ഡും റെഡ് ഷെയ്ഡും കാണുന്ന ട്രയാങ്കിൾ. അതിൻ്റെയും ഏരിയ സെയിം ആയിരിക്കും. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. നാലാമത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് ട്രപ്പീസിയാണ്. ഇതിൻ്റെ ടോട്ടൽ ഏരിയയാണ് നമുക്ക് കാണേണ്ടത്. ട്രപ്പീസിയത്തിന് ഒരു പ്രത്യേകതയുണ്ട്.
ഈ സൈഡും അതിൻ്റെ ഓപ്പോസിറ്റായി വരുന്ന ഈ സൈഡും പാരലലായിരിക്കും. അപ്പോൾ ഇതും പാരലലായതുകൊണ്ട് അല്ലേ, പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ ഫോം ചെയ്യുന്ന ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾസ്? DZB എന്ന ട്രയാങ്കിളും DCA എന്ന ട്രയാങ്കിളിൻ്റെയും ഏരിയ സെയിമാണ്. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും കോമണായി വരുന്ന സൈഡാണ് ഈ ഗ്രീൻ കളറിൽ കാണുന്നത്. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഏരിയാസാണ് ഈ AEDയും ട്രയാങ്കിൾ AEDയും ട്രയാങ്കിൾ BECയും. ഇത് രണ്ടിൻ്റെയും ഏരിയ സെയിമാണ്. അപ്പോൾ ഇതിന് ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതും എക്സ് തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് ഈ ഒരു എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അതേ ഏരിയ തന്നെയാണ് വരിക. അപ്പോൾ ആദ്യം നമുക്കിതിനെ ഹൈഡ് ചെയ്ത് നോക്കാം. ഇവിടെ ഈ ട്രയാങ്കിൾ A എന്ന വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്ന ലൈന് BD എന്ന ലൈനിന് ഏത് റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുക? പറയും നോക്കട്ടെ. കാരണം ഇവിടുത്തെ ഏരിയ, ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയ x:4 എന്നുള്ള റേഷ്യോയിലാണ് കട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എഴുതാം, ഇൻ ട്രയാങ്കിൾ കട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ABD എന്ന ട്രയാങ്കിളിൽ DE is to EB എത്രയായിരിക്കും? x:4. കാരണം ഇവിടുത്തെ റേഷ്യോ, ഏരിയയുടെ അതേ റേഷ്യോ തന്നെയാണ് ഇവിടുത്തെ സൈഡ്സിൻ്റെയും റേഷ്യോ. അപ്പോൾ x:4 എന്ന് കിട്ടി. അടുത്തത് ഈ സൈഡൊന്ന് ഹൈഡ് ചെയ്യാം. അപ്പോൾ ഇത് നോക്കൂ, ട്രയാങ്കിൾ BDC എന്ന ട്രയാങ്കിൾ നോക്കുക. C എന്ന വെർട്ടെക്സിൽ നിന്നും BDയിലേക്ക് വരയ്ക്കുന്ന BDC എന്ന ട്രയാങ്കിളിൽ C എന്ന വെർട്ടെക്സിൽ നിന്ന് വരുന്ന ലൈന് ഈ സൈഡിന് ഏത് റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുക? 9:x. അതായത് 9:x കട്ട് ചെയ്യുക. കാരണം ഇവിടുത്തെ ഏരിയ 9:x ആയതുകൊണ്ട് ഈ സൈഡും അതേ റേഷ്യോയിൽ തന്നെ കട്ട് ചെയ്യും. ഇൻ ട്രയാങ്കിൾ BDC DE is to EB 9:, അല്ലേ? ഇവിടെ 9ഉം ഇവിടെ എക്സുമാണ്. 9:x. ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ രണ്ടും ഒരേ ലൈൻ തന്നെയാണ്. ഇപ്പോൾ ABD എന്നുള്ള ട്രയാങ്കിൾ നോക്കിയാലും BDC എന്ന ട്രയാങ്കിൾ നോക്കിയാലും അതിൻ്റെ കോമണായി വരുന്ന സൈഡ് തന്നെയാണ് BD എന്നുള്ള സൈഡ്. അപ്പോൾ അതിന് ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്? x:4 9:x എന്നുള്ള റേഷ്യോ. അത് രണ്ടും ഈക്വൽ തന്നെയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ നോക്കാം? x:4 ഈക്വൽ ടു 9:x തന്നെ എഴുതുക. ഈ റേഷ്യോന് നമുക്ക് ഡിവിഷനിൽ ചെയ്യാം. x/4. ഇപ്പോൾ x:4 നമുക്ക് x/4 എന്ന് എഴുതാം. ഈക്വൽ ടു 9:x-ന് 9/x എന്ന് എഴുതാം. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലേ? ക്രോസ് ചെയ്യും. കാരണം ഇവിടുത്തെ ഡിവിഷൻ, ഇവിടെ x ഡിവിഷനിലാണ് കിടക്കുന്നത്. അത് ഈക്വൽ ടുന് അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇവിടെയും ഡിവിഷനിൽ വരുന്ന 4 ഇങ്ങോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പം x into x ഈക്വൽ ടു 9:4 എന്ന് വരും. x into x സെയിം നമ്പറാണ് വരേണ്ടത്. 36 എന്ന് വന്നു. അതായത് 36ന് നമുക്ക് 6 into 6 എന്ന് എഴുതാം, അല്ലേ? അപ്പോൾ അതായത് x into x എന്നത് 6 into 6 എന്നായി. അതായത് x ഈക്വൽ ടു എത്ര തന്നെയാണ്? 6 എന്ന് തന്നെ വരും. അപ്പോൾ x 6 ആയതുകൊണ്ട് ഈ രണ്ട് സൈഡിലും വരുന്ന ഏരിയ സെയിം തന്നെയാണ്. 6 എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു ക്വാഡ്രിലാറ്ററിൻ്റെ ടോട്ടൽ ഏരിയയാണ്
6ഉം 4 6 9 ആഡ് ചെയ്യാം. 6 + 4 + 6 + 9 25 വരും. 25 cm². അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു വിചാരിക്കുന്നു. താങ്ക് യു.